മയക്കുമരുന്നുകളുടെ ഉപയോഗം സമൂഹത്തിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ എല്ലാ ആക്രമണങ്ങളുടെയും പിന്നിൽ മയക്കുമരുന്നാണ് എന്ന് പറയാൻ കഴിയില്ല. കാരണം നമ്മുടെ ഓരോ കുഞ്ഞുങ്ങളും മാതാപിതാക്കളുടെ ഓരോ ജനറ്റിക് പതിപ്പാണ്. അതുകൊണ്ട് തന്നെ മാതാപിതാക്കൾ നന്നായാൽ മാത്രമേ കുഞ്ഞുങ്ങളും നന്നാകുകയുള്ളൂ. കുഞ്ഞുങ്ങളെ അനുസരണത്തിലും ജ്ഞാനത്തിലും വിവേകത്തിലും ഒപ്പം സ്നേഹത്തിലും മാതാപിതാക്കൾ വളർത്തേണ്ടതായിട്ടുണ്ട്. എങ്കിൽ മാത്രമേ നല്ലൊരു ജനതയെ നമുക്ക് കിട്ടുകയുള്ളൂ. നാം ഒരു കമ്പ്യൂട്ടറിൻ്റെ ഭാഗങ്ങൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ തൊടുന്ന വശങ്ങളെയൊക്കെ നമ്മൾ ഹാർഡ്വെയർ എന്നാണ് പറയുന്നത്. എന്നാൽ നമ്മളൊരു കമ്പ്യൂട്ടറിൽ ഒരു പടം വരയ്ക്കണമെങ്കിൽ അതിന് പെയിൻറ്റ് ബ്രഷ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ വേണം. ഇനി അതിന് വീഡിയോ കാണണമെങ്കിൽ അതിന് MS പ്ലെയർ എന്ന് പറഞ്ഞ ഒരു സോഫ്റ്റ്വെയർ വേണം. നമ്മളതിൻ്റെ അകത്ത് അക്ഷരങ്ങൾ എഴുതണമെങ്കിൽ അതിന് MS വേഡ് എന്നൊരു സോഫ്റ്റ്വെയർ വേണം. അതായത് നമ്മളുടെ ആവശ്യങ്ങൾക്കനുസരിച്ചാണ് നമ്മൾ കമ്പ്യൂട്ടറിനെ അതിൻ്റെ സോഫ്റ്റ്വെയർ കൊടുക്കുന്നത്. അതുപോലെ തന്നെയാണ് മനോഹരമായ ഹാർഡ്വെയറുമായി ഭൂമിയിലേക്ക് എത്തുന്ന കുഞ്ഞുങ്ങൾക്ക് നമ്മളാണ് സോഫ്റ്റ്വെയർ കൊടുക്കുന്നത്, അറിവിൻ്റെ സോഫ്റ്റ്വെയർ കൊടുക്കുന്നത്. ആ കുട്ടിയെ നമ്മൾ ഏതെങ്കിലും രാജ്യത്ത് അമേരിക്കയിൽ കൊണ്ടിട്ടാൽ അമേരിക്കയുടെ സംസ്കാരവും ഭാഷയും പഠിക്കും. അതുപോലെ തന്നെ കൊറിയയിൽ കൊണ്ടുവിട്ടാൽ കൊറിയയുടെ സംസ്കാരവും ഭാഷയും പഠിക്കും. ഒരു കുട്ടിയെ നല്ലവനാക്കാനും ചിത്തയാക്കുകയും ചെയ്യുന്നത് മാതാപിതാക്കളും സമൂഹങ്ങളാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും മാതാപിതാക്കൾക്കും സമൂഹത്തിനും അതിൻ്റേതായ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റേണ്ടതായിട്ടുണ്ട്. അത് നിറവേറ്റിയാൽ മാത്രമേ നമുക്ക് തീർച്ചയായിട്ടും നല്ലൊരു കുട്ടിയെ യുവാവാക്കി മാറ്റാനായിട്ട് കഴിയുകയുള്ളൂ. ഇന്ന് പലതരത്തിലുള്ള സിന്തറ്റിക് ഡ്രഗ്സുകൾ നമ്മുടെ സമൂഹത്തിലേക്ക് വരുന്നു. ഈ സിന്തറ്റിക് ഡ്രഗ്സുകളെല്ലാം സമൂഹത്തിൽ പെട്ടെന്ന് പടർന്നു പിടിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇവയെല്ലാം സമൂഹത്തിൽ കുട്ടികളും അല്ലെങ്കിൽ യുവാക്കളും ഒക്കെ ഉപയോഗിക്കുന്ന സന്തോഷം കിട്ടുന്നതിന് വേണ്ടിയാണ്. നമ്മുടെ തലച്ചോറിലെ സബ്സ്റ്റാൻഷ്യ നിഗരയിൽ നിന്ന് ഡോപ്പമിൻ എന്ന് പറയുന്ന ഒരു എൻസൈം ന്യൂക്ലിയർ അക്കമ്പനൻസിലേക്ക് ഒഴുകുമ്പോഴാണ് ഈ സന്തോഷം ഉണ്ടാകുന്നത്. ഈ സന്തോഷം ഒരു പ്രാവശ്യം കിട്ടിയാൽ കൂടുതൽ പ്രാവശ്യം ഈ സന്തോഷം കിട്ടാനായിട്ട് കുട്ടികളായാലും യുവാക്കളായാലും ശ്രമിക്കും എന്നുള്ളതാണ് സത്യം. നമ്മുടെ കുട്ടികൾക്ക് വാസന കാണിക്കുന്നുണ്ട് എങ്കിൽ നമ്മുടെ മാതാപിതാക്കളായ നമ്മളും ഇത്തരം വാസനകൾ കാണിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് നാം നമ്മുടെ കുട്ടികളെ കുട്ടിക്കാലം മുതലേ സഹിഷ്ണുതയോടെ വളർത്തുവാനായിട്ട് ശ്രമിക്കണം. നാം നമ്മുടെ പല ആവശ്യങ്ങൾക്കും പോകുന്ന സമയങ്ങളിൽ നമ്മളെ ശല്യപ്പെടുത്താതിരിക്കാൻ വേണ്ടി കുട്ടികളെ അടക്കിയിരുത്തുന്നതിന് വേണ്ടി നമ്മൾ പലപ്പോഴും മൊബൈൽ ഫോണുകൾ കൊടുക്കാറുണ്ട്. ഇങ്ങനെ കൊടുക്കുന്ന മൊബൈൽ ഫോണിൽ അവർ വീഡിയോ ഗെയിംസ് കളിക്കാറുണ്ട്. ഈ വീഡിയോ ഗെയിംസിൻ്റെ പല ഗെയിമുകളും ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ നമ്മുടെ മുമ്പിലെത്തുന്ന ആ തീവ്രവാദികളെ വെടിവെച്ച് കൊന്നാൽ ശേഷം മാത്രമേ അടുത്ത ഗെയിമിലേക്ക് പോകാൻ കഴിയുള്ളൂ. ഇങ്ങനെ വെടിവെച്ച് വന്ന് ഓരോ ഗെയിമിലോട്ടും കളിച്ച് പോകുന്ന കുട്ടി യഥാർത്ഥ ജീവിതത്തിൽ നിന്ന് മാറിപ്പോവുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. അവന് മുമ്പിലെത്തുന്ന മനുഷ്യരെല്ലാം ഓരോ ഇരകളാണെന്നും അവർ ഇന്ന സമയങ്ങളിനുള്ളിൽ ഫിനിഷ് ചെയ്താൽ മാത്രമേ മുൻപോട്ട് കഴിയുള്ളൂ എന്ന ഒരു ധാരണ ഈ കുട്ടികൾക്ക് അപ്പോൾ തന്നെ നമ്മൾ കൊടുക്കുകയാണ്. തീർച്ചയായിട്ടും ഇത്തരം വീഡിയോ ഗെയിംസുകൾ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കരുത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. എക്സൈസ് വകുപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിൽ മുഴുവൻ 5699 എക്സൈസ് ഉദ്യോഗസ്ഥരാണ് ഉള്ളത്. വയനാട് ജില്ലയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 194 എക്സൈസ് ഉദ്യോഗസ്ഥരാണ് വയനാട് ജില്ലയിൽ പ്രവർത്തിക്കുന്നത്. 3 ചെക്ക് പോസ്റ്റുകളുണ്ട്, 3 റേഞ്ച് ഓഫീസുകൾ. ഈ ഉദ്യോഗസ്ഥർ കഴിഞ്ഞ മാസങ്ങളിൽ പിടിച്ചെടുത്ത മയക്കുമരുന്നിൻ്റെ അളവ് നോക്കുമ്പോൾ അത് കേരളത്തിൽ പിടിച്ചെടുത്ത മയക്കുമരുന്നിൻ്റെ പകുതിയോളം വരുന്നു എന്നുള്ളത് ആശ്ചര്യപ്പെടുത്തുന്നതാണ്. പലപ്പോഴും ഈ മയക്കുമരുന്നുകൾ എത്തിച്ചേരുന്നത് ബാംഗ്ലൂർ പോലുള്ള സിറ്റികളിൽ നിന്നാണ്, ഗോവയിൽ നിന്നാണ്. എന്നാൽ ഈ കുട്ടികൾ ഇത്തരം കുറ്റകൃത്യങ്ങൾ പെടുമ്പോൾ അപ്പോഴാണ് അവർ മനസ്സിലാക്കുന്നത് നിയമം വളരെ കർശനമാണ് എന്നുള്ളത്. നമ്മൾ MDMA എന്ന് പറയുന്ന ഈ രാസപദാർത്ഥം ഒരു 0.5 ഗ്രാം പിടിച്ചെടുക്കുകയാണെങ്കിൽ അതിന് ശിക്ഷ 10 വർഷമാണ്. അതൊരു 10 ഗ്രാമാണ് പിടിച്ചെടുക്കുന്നതെങ്കിൽ അത് 20 വർഷം തടവ് ശിക്ഷ കിട്ടാൻ കഴിയുന്ന ഒരു നിയമമാണ്. പക്ഷെ അത് പലപ്പോഴും കുട്ടികൾക്ക് അറിയുന്നില്ല. അതുപോലെ തന്നെ ഇപ്പോൾ മെത്താംഫെറ്റമിൻ, അതും MDMA പോലെ തന്നെ നമ്മുടെ തലച്ചോറിനെ ഡോപ്പമിൻ ഉണ്ടാക്കാൻ കഴിവുള്ള ഒരു രാസപദാർത്ഥമാണ്. അതും കൂടുതലായിട്ട് ഇപ്പോൾ നമ്മുടെ സമൂഹത്തിലേക്ക് കടന്നു വരുന്നുണ്ട്. ഇത്തരം പദാർത്ഥങ്ങൾ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി എക്സൈസ് വകുപ്പ് വളരെ ഊർജിതമായ പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ കാലങ്ങളിലും ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല വിമുക്തി എന്ന പേരിൽ എക്സൈസ് വകുപ്പ്
എല്ലാ സ്കൂളുകളിലും പ്രോഗ്രാമുകൾ നടപ്പിലാക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുട്ടികളെ കായിക ലഹരിയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി പലതരത്തിലുള്ള കായിക വിനോദങ്ങളും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ലഹരിയുടെ ലോകത്തു നിന്നും കുട്ടികളെ കളിയുടെ ലഹരിയിലേക്കും അവരുടെ കഴിവുകളുടെ ലഹരിയിലേക്കും തിരിച്ചു കൊണ്ടുവരുവാൻ വേണ്ടിയാണ് എക്സൈസ് വകുപ്പ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനാൽ ഞങ്ങളുടെ ഈ സംരംഭത്തോടൊപ്പം നിങ്ങളുടെ ഓരോരുത്തരുടെയും ശ്രമങ്ങളും കൂടി ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.